അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയാനുള്ള റബീഉൽ അവ്വൽ ആവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമാകണം. അപ്പോഴാണ് റബീഉൽ അവ്വൽ ഫലപ്രദമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് മുഴുവനും ആരാണ് എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ പ്രപഞ്ചത്തിന് മുഴുവനും കരുണയുടെ അരുണ പ്രവാഹമാണ്. മുസ്തഫ ജാനെ റഹ്മത്ത് പെലാക്കോ സലാം. അങ്ങ് ബറേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാമെ അഹ്ലുസുന്ന ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളുടെ ആണ്ടിന്റെ സമയം കൂടിയാണിത്, ഓർമ്മയുടെ സമയം കൂടിയാണ്. ഉറുദുവിലെ ബുറുദ എന്നറിയപ്പെടുന്നത് മഹാനവറുകളുടെ ലാഖോ സലാം എന്ന കവിതയാണ്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആവർത്തി പാരായണം ചെയ്യപ്പെടുന്ന ഒരു കവിതയും അതായിരിക്കും. ഒരു ഭാഗത്ത് ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾ ബുറുദ പാരായണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇമാം അഹ്മദ് റിളാ ഖാനിൽ ബറേലവി റളിയല്ലാഹു അൻഹു എഴുതിയ മുസ്തഫ ജാനെ റഹ്മത്ത് പെലാക്കോ സലാം എന്ന കവിത എല്ലാ ദിവസവും ഇന്ത്യയിലുള്ള ദശലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ജനങ്ങൾ ചൊല്ലുന്നുണ്ട്. കേരളം വിട്ടങ്ങ് ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ഏകദേശമുള്ള എല്ലാ സുന്നി പള്ളികളിലും സുബഹി കഴിഞ്ഞാൽ മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചൊല്ലുകയാണ് മുസ്തഫ ജാനെ റഹ്മത്ത് പെലാക്കോ സലാം. അത് ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. അതുപോലെ ഉറുദു ജനങ്ങൾ താമസിക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിൽ, ജർമ്മനിയിൽ, ഫിജിയിൽ, ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ 169 രാജ്യങ്ങളിൽ ഇമാമെ അഹ്മദ് റിളാ ഖാൻ തങ്ങളെ മുഖ്യമായ ഒരു സുന്നി മൂവ്മെന്റിന്റെ വിലാസമായി അടയാളപ്പെടുത്തിയ ഓർഗനൈസേഷനുകളുണ്ട്.